പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാല ലാലം പഴയ പള്ളിയിൽ എട്ടുനോമ്പാചരണത്തിന്റെ ഭാഗമായി 2024 ഓഗസ്റ്റ് 25 ഞായർ മുതൽ സെപ്റ്റംബർ 8 ഞായർ വരെ മരിയൻ കൺവെൻഷനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളും 413ാമത് കല്ലിട്ട തിരുനാളും സംയുക്തമായി ആചരിക്കുന്നു. ആഗസ്റ്റ് 25 മുതൽ 29 വരെ 5 ദിവസങ്ങളിൽ മരിയൻ കൺവെൻഷൻ ഉണ്ടായിരിക്കും. വൈകുന്നേരം 5 മുതൽ രാത്രി 9 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. ആഗസ്റ്റ് 30 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4:15 തിരുനാൾ കൊടിയേറ്റ്. ആഗസ്റ്റ് 30 വെള്ളി മുതൽ സെപ്റ്റംബർ 7 ശനി വരെ തിരുനാളിന് എല്ലാ ദിവസവും വെളുപ്പിന് 4:30 മുതൽ 5:30 വരെ ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും നടക്കും. രാവിലെ 5:30, 7 മണി, 9:30, ഉച്ചകഴിഞ്ഞ് 4:30, വൈകിട്ട് 7 മണി തുടങ്ങിയ സമയങ്ങളിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും നോവേനയും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 4:30 ആഘോഷമായ വിശുദ്ധ കുർബാനയും നോവേനയും നടക്കും. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കൽ സന്ദേശം നൽകും. സെപ്റ്റംബർ 8 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 4 ആഘോഷമായ തിരുനാൾ റാസയും നോവേനയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലാളം പഴയ പള്ളിയിൽ 8 നോമ്പിനോടനുബന്ധിച്ച് വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുന്നാളും 413ാമത് കല്ലിട്ട തിരുനാളും സംയുക്തമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. ഓഗസ്റ്റ് മാസം 25 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് തിരുനാളിൻ്റെ ആഘോഷങ്ങൾ. തിരുനാളിന് പ്രാരംഭമായി ഓഗസ്റ്റ് 25 മുതൽ 29 വരെ തീയതികളിൽ മരിയൻ കൺവെൻഷൻ നടത്തപ്പെടുന്നു. വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ് കൺവെൻഷൻ്റെ സമയം. മീഡിയയിലൂടെ നമുക്ക് സുപരിചിതനായ റവറൻഡ് ഫാദർ ജിസൺ പോൾ വെങ്ങാശ്ശേരിയാണ് മരിയൻ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ടൗൺ ചുറ്റിയുള്ള ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും കൊടിയിറക്കും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് തടത്തിൽ, പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സ്കറിയ മേനാംപറമ്പിൽ, ഫാദർ ആന്റണി നങ്ങാപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല.